God wants to give us victory, my friends. ദൈവം നമുക്ക് ജയം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. And I'm going to talk to you about the victory that God gives us over the tribulations that come to us. നമുക്ക് മുൻപാകെ വരുന്ന മഹാ ഉപദ്രവങ്ങളുടെ മുൻപിൽ ദൈവം നമുക്ക് തരുവാൻ പോകുന്നതായ ജയത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. Many are the afflictions of the righteous, നീതിമാൻ അനേക കഷ്ടങ്ങളുണ്ട്. but the Lord delivers him or her out of them all. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. God wants to deliver you. യഹോവ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Psalm 34:19. സങ്കീർത്തനം 34:19. In Romans chapter 8:36 and 37. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 36-ഉം 37-ഉം. It is written, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, For your sake, O Lord, we face death all day long. കർത്താവേ, അവിടുത്തെ നാമനിമിത്തമാണല്ലോ ഞങ്ങൾ മരണത്തെ സഹിക്കുന്നത്. We are considered as sheep to be slaughtered. ഞങ്ങൾ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങൾ ആയിരിക്കുന്നു. In verse 35, Paul says, 35-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, troubles come, ഉപദ്രവങ്ങൾ വരാം, hardship comes, കഠിനതകൾ വരാം, persecution comes, മഹാകഷ്ടങ്ങൾ വരാം, famine comes, ക്ഷാമമുണ്ടാകാം, nakedness, നഗ്നത, danger, അപകടം, sword. വാള്. It all comes against even the righteous. നീതിമാന് വിരോധമായി ഇവയൊക്കെയും കടന്നു വരും. But എന്നാൽ God's love conquers every one of them for us. അവയെല്ലാറ്റെയും ദൈവസ്നേഹം അതിജീവിക്കുക തന്നെ ചെയ്യും. Verse 37 says, 37-ാം വാക്യം പറയുന്നത്, in all these things, ഇവയിലൊക്കെയും we are more than conquerors through him who loved us. നാം സകലത്തിലും ജയാളികളായിരിക്കുന്നു. Victory over all these tribulations. ഈ സകല കഷ്ടങ്ങളിലും മേലും നാം ജയമുള്ളവരായി തീർന്നിരിക്കുന്നു. And he says, what can separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? Many times these tribulations come to take us away from the love of Jesus. നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്നും യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാണ് പലപ്പോഴും ഈ കഷ്ടങ്ങൾ കടന്നു വരുന്നത്. When the tribulation comes, the first question that comes to us is why? ഉപദ്രവങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ആദ്യമുണ്ടാകുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ടിങ്ങനെ? എന്തുകൊണ്ട്? I have lived a righteous life. ഞാനൊരു നല്ല ജീവിതം, ഞാനൊരു നീതിയുള്ള ജീവിതമാണല്ലോ ചെയ്തത്. I have testified about Jesus everywhere. എല്ലായിടത്തും ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞവനാണല്ലോ. I have sacrificed my personal pleasures for the sake of Jesus. യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ സ്വന്തം സുഖങ്ങളെ ഞാൻ വെടിഞ്ഞവനാണ്. I left my job. ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചവനാണ്. Left my possessions. ഞാൻ എനിക്കുണ്ടായിരുന്ന സമ്പത്തുകളെ വിട്ടുവന്നവനാണ്. Why? എന്തുകൊണ്ട്? I have given so much for the service of the Lord. ദൈവത്തിന്റെ സേവയ്ക്ക് വേണ്ടി ഞാൻ അധികമായി ചെലവഴിച്ചവനാണല്ലോ. I have given to the poor. ഞാൻ ദരിദ്രർക്ക് കൊടുത്തവനാണല്ലോ. I have loved the old people. ഞാൻ വൃദ്ധരായവരെ സ്നേഹിച്ചവനാണല്ലോ. Orphans. ഞാൻ അനാഥരെ സ്നേഹിച്ചുവല്ലോ. In the name of the Lord. യേശുവിന്റെ നാമത്തിൽ. Why these tribulations are coming to me then? എന്തുകൊണ്ടാണ് പിന്നെയും ഈ കഷ്ടങ്ങളൊക്കെയും എൻ്റെ നേരെ കടന്നു വരുന്നത്? This is the question that comes. ഇതാണ് നമുക്ക് നേരെ വരുന്ന ചോദ്യം. And the devil comes at that time and says, what is the use of following Jesus? ആ സമയത്ത് ശത്രു വന്ന് ചോദിക്കും, യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? Your friends, your relatives will come and say, why did you follow Jesus? What have you got? നിന്റെ സ്വന്തക്കാരും സുഹൃത്തുക്കളും വന്ന് ചോദിക്കും, എന്തിനാണ് നീ യേശുവിനെ ഇങ്ങനെ പിന്തുടരുന്നത്? But here the verse says, എന്നാൽ ഇവിടെ വാക്യം പറയുന്നു, at that time the love of Jesus rises up over all our tribulations. ആ സമയത്ത് യേശുവിന്റെ സ്നേഹം നമ്മുടെ സകല കഷ്ടങ്ങൾക്കും മുകളിലേക്ക് ഉയർന്നു വരുന്നു. And the Lord says, I love you, my son, my daughter, in the midst of these tribulations. യേശു പറയുന്നു, ഈ സകല കഷ്ടങ്ങളുടെയും നടുവിൽ എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. You will become more than a conqueror. നീ ജയാളികളെക്കാൾ ഉപരിയായി തീരും. You will overcome these tribulations. നീ ഈ സകല കഷ്ടങ്ങളെയും അതിജീവിക്കും. It happened to Job. യോബിനത് സംഭവിച്ചു. Satan went and
accused Job falsely before God Himself. ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് സാത്താൻ ഇയ്യോബിനെ കുറിച്ച് വ്യാജമായ കുറ്റാരോപണങ്ങൾ നടത്തി. Job 1:8-12. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. God asked Satan, "Have you considered my servant Job?" സാത്താനോട് ദൈവം ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടുവോ? There is no one on earth like him. അവനെ പോലെ ഒരുവൻ ഈ ഭൂമിയിലില്ല. He is blameless. അവൻ നിഷ്കളങ്കനാണ്. He is upright. അവൻ നീതിമാനാണ്. He fears God. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. He shuns evil. അവൻ ദോഷം വിട്ടകലുന്നവനാണ്. Satan immediately said, സാത്താൻ ഉടനെ തന്നെ പറഞ്ഞു, "Does Job fear God for nothing? ചുമ്മാതല്ലല്ലോ ഇയ്യോബ് ദൈവത്തെ ഭയപ്പെടുന്നത്. You have put a hedge around him and his household. അവന്റെ വീടിനും അവനും ചുറ്റുമായി നീ ഒരു വേലി കെട്ടിയിരിക്കുന്നുവല്ലോ. You have put a hedge around whatever he does. അവന് ഉള്ള എല്ലാ കാര്യത്തിനും ചുറ്റും നീ ഒരു വേലി കെട്ടിയിട്ടുണ്ടല്ലോ. You have put a hedge around whatever he has. അവനുള്ളതിനൊക്കെയും ചുറ്റും നീ വേലി കെട്ടിയിട്ടുണ്ടല്ലോ. You have blessed the work of his hands. അവന്റെ കരങ്ങളുടെ പ്രവൃത്തിയെ നീ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. That's why he is following you, O God. അതുകൊണ്ടാണ് ദൈവമേ നിന്നെ അവൻ അനുഗമിക്കുന്നത്. You stretch out your hand and strike everything he has. നിന്റെ കരം അവങ്കിൽ നിന്നും വലിക്കുക, എന്നിട്ട് അവനുള്ളതിനെയൊക്കെയും നീ ഒന്ന് തൊടുക. Surely he will curse you. തീർച്ചയായും അവൻ നിന്നെ ശപിക്കും. On your face he will curse you, O God. അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ശപിക്കും. The Lord said, "Very well, Satan. Everything he has is in your power from now on." അപ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താനെ, ശരി തന്നെ, ഇപ്പോൾ സകലതും നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവനുള്ളതൊക്കെയും നിന്റെ ശക്തിക്ക് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. Satan went out and destroyed his houses. സാത്താൻ ഇറങ്ങിച്ചെന്ന് അവന്റെ വീടുകൾ നശിപ്പിച്ചു കളഞ്ഞു. All his cattle were stolen. അവന്റെ കന്നുകാലികൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു. The fields were all destroyed. അവന്റെ വയലുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു. Everything he had was destroyed. അവനുണ്ടായിരുന്നതൊക്കെയും നശിപ്പിക്കപ്പെട്ടു. And the children, when they were partying together in one child's house, the house fell on them and killed all of them. അതുപോലെ അവന്റെ മക്കൾ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടിടം അവരുടെ മേൽ വീണ് അവർ മരിച്ചുപോയി. When Job heard all this, ഇയ്യോബ് ഇതൊക്കെയും കേട്ട സമയത്ത് he got up, അവൻ എഴുന്നേറ്റു, tore his robe, അവൻ അവന്റെ അങ്കി വലിച്ചു കീറി, shaved his head, അവന്റെ മുടി അവൻ ക്ഷൗരം ചെയ്തു, and he fell on the ground അവൻ നിലത്തു വീണു, and worshipped God. ദൈവത്തോട് ആരാധന ചെയ്തു. He never questioned God. അവൻ ഒരിക്കലും ദൈവത്തോട് ചോദ്യം ചെയ്തില്ല. He worshipped God. അവിടുത്തെ ആരാധിച്ചു. And he said, എന്നിട്ട് പറഞ്ഞു, "Naked I came from my mother's womb. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും കടന്നു വന്നു. Naked I will depart. ഞാൻ നഗ്നനായി തന്നെ കടന്നു പോകും. Whatever I had was given by God. എനിക്ക് ഉണ്ടായിരുന്നതൊക്കെയും ദൈവത്താൽ നൽകപ്പെട്ടവകളാണ്. The Lord only gave me everything. ദൈവം മാത്രമാണ് എനിക്കിതൊക്കെയും തന്നത്. I am not the person responsible for what I had. എനിക്കുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനല്ല ഉത്തരവാദി. എനിക്കുള്ളതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. But it is the Lord who gave it. അത് ദൈവം തന്ന കാര്യങ്ങളാണ്. The Lord has taken away. ദൈവം അത് തിരിച്ചെടുക്കും. My children, എൻ്റെ കുഞ്ഞുങ്ങൾ, my houses, എൻ്റെ വീട്, my possessions, എൻ്റെ സമ്പത്ത്, my wealth. എൻ്റെ സ്വത്ത്, God gave it. അത് ദൈവം തന്നതാണ്. God has taken it. ദൈവം അത് തിരിച്ചെടുത്തു. May the name of the Lord be praised. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In all this, Job never sinned before God. ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ദൈവത്തിന് മുൻപാകെ ഇയ്യോബ് പാപം ചെയ്തില്ല. He never charged God for all this wrongdoing. ഈ തെറ്റായ കാര്യങ്ങളൊക്കെയും ദൈവം നിമിത്തമാണെന്ന് അവൻ ദൈവത്തെ കുറ്റം വിധിച്ചില്ല. Job 1:20-22. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 20 മുതൽ 22 വരെ. But then Satan again went out and afflicted him with painful sores from the sole of his feet to the crown of his head. സാത്താൻ വീണ്ടും കടന്നു ചെന്ന് ഇയ്യോബിന്റെ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ വലിയ പരുക്കളാൽ അവനെ ബാധിച്ചു. His wife came and said, "Job, curse God and die." അവന്റെ ഭാര്യ വന്ന് പറഞ്ഞു, ദൈവത്തെ ശപിച്ച് മരിച്ചുകൂടായോ എന്ന്. But Job said, ഇയ്യോബ് പറഞ്ഞു, "You're talking like a foolish woman.
നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. Shall we accept good from God and not trouble? ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് നല്ലതും കഷ്ടവും സഹിച്ചുകൂടായോ? Again, the scripture says Job did not sin in what he said. പിന്നെയും തിരുവചനം പറയുന്നു, താൻ പറഞ്ഞതിൽ ഒന്നിലും തന്നെ ഇയ്യോബ് ദൈവത്തിന് വിരോധമായി പാപം ചെയ്തില്ല. Job 2:7-10. ഇയ്യോബ് 2:7 മുതൽ 10 വരെ. My precious friend, വിലയേറപ്പെട്ട സുഹൃത്തുക്കളെ, when God finally came to Job, ആത്യന്തികമായി ദൈവം ഇയ്യോബിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ, when God asked Job, answer me, Job, ഇയ്യോബിനോട് കർത്താവ് പറയുകയാണ്, ഇയ്യോബേ നീ മറുപടി പറയുക. in Job 40 and verse 4, ഇയ്യോബിന്റെ പുസ്തകം 40 അധ്യായത്തിന്റെ 4 വാക്യം, Job says, ഇയ്യോബ് പറഞ്ഞു, I am unworthy before you, Lord. ഞാൻ നിന്റെ മുമ്പിൽ അപാത്രനത്രേ. How can I reply to you? അവിടുത്തോട് ഞാൻ എങ്ങനെ ഉത്തരം പറയും? I put my hand over my mouth. ഞാൻ എൻ്റെ വായെ ഞാൻ കൈകൊണ്ട് പൊത്തുകയാണ്. I will not question you. ഞാൻ അവിടുത്തോട് ചോദ്യം ചോദിക്കയില്ല. I will shut my mouth. ഞാൻ എൻ്റെ വായ അധരങ്ങളെ അടയ്ക്കുകയാണ്. God found him to be righteous. ദൈവം അവനെ നീതിമാനായി കണ്ടു. He trusted God in all his tribulations. അവന്റെ സകല കഷ്ടങ്ങളുടെ നടുവിലും അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. He was saying, in the midst of the tribulations that I am going through because of the name of the Lord, yet I know God loves me. സകല കഷ്ടങ്ങളുടെയും നടുവിൽ ദൈവത്തിന്റെ നാമനിമിത്തം ഞാൻ കടന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം അറിയുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. I will not question him. ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല. He gave me good things. അവൻ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു. He allowed tribulations through the devil. സാത്താനാൽ അനേക കഷ്ടങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുത്തു. He has all the right over my life. എന്റെ ജീവിതത്തിന്മേൽ സകലവിധമായ അവകാശങ്ങളും കൊടുത്തു. I will still worship him. ഇപ്പോഴും ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു. I will still say God is a good God. ഞാൻ ഇപ്പോഴും പറയും ദൈവം നല്ലവനെന്ന്. I will not question him. ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല. Yes, my friend. പ്രിയ സുഹൃത്തുക്കളെ, This is the faith God gives us. ഇതാണ് ദൈവം നമുക്ക് നൽകി തന്ന വിശ്വാസം. Trusting in Jesus and his love. യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക. And through this, അങ്ങനെ അതിലൂടെ we will overcome the world and the devil's tribulations. നാം ഈ ലോകത്തെയും സാത്താന സകലവിധമായ കഷ്ടങ്ങളെയും നാം ജയിക്കുവാനിടയാകും. According to 1 John 5:4. 1 യോഹന്നാൻ 5 അധ്യായം 4 വാക്യം, Everyone born of God overcomes the world. ദൈവത്താൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. This is the victory that has overcome the world, ഇതാണ് ലോകത്തെ ജയിച്ച ജയം, which is our faith. അത് നമ്മുടെ വിശ്വാസമാണ്. Our faith overcomes the world. നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിക്കുന്നതാണ്. Nothing of the world, nothing of the devil's attacks will ever stay in our heart. ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ശത്രുവിന്റെ പോരാട്ടങ്ങളും നമ്മുടെ ഹൃദയത്തിന്മേൽ നിലനിൽക്കുകയില്ല. Only the love of God will stay in our heart. നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം മാത്രമായിരിക്കും. And we shall have great victory. നമുക്ക് വലിയ ജയമുണ്ടാക്കുവാൻ കഴിയും. That's why Paul says in 2 Timothy 4:7. 2 തിമോഥെയോസ് 4 അധ്യായം 7 വാക്യത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, I have fought the good fight. ഞാൻ നല്ല പോരാട്ടം പോരാടി, I have finished the race. ഞാൻ ഓട്ടത്തെ തികച്ചു, I have kept the faith. ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തു, I have overcome the devil and his tribulations, yet I have kept the love for Jesus. ഞാൻ സാത്താനെയും അവൻ കൊണ്ടുവന്നതായ കഷ്ടങ്ങളെയും ജയിച്ചു, അപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തുകൊണ്ടു. Amen. ആമേൻ. This shall be your testimony. ഇതായിരിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യം. Revelation 3:21 says, വെളിപാട് പുസ്തകം 3:21 പറയുന്നു, when we have such a victorious life in this world, ഈ ലോകത്തിൽ ഇത്തരത്തിലുള്ള അതിജീവനത്തിന്റെ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ, the Lord Jesus makes us sit with him on his throne. യേശു കർത്താവ് നമ്മെ അവിടുത്തോടൊപ്പം അവിടുത്തെ സിംഹാസനത്തിൽ ഇരുത്തും. On his throne. അവിടുത്തെ സിംഹാസനത്തിൽ. What a great blessing we have. എത്ര വലിയ അനുഗ്രഹമാണിത്. How much Jesus loves us. നമ്മെ ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നു. Yes, 1 Peter 5:10 says, 1 പത്രോസ് 5:10 പറയുന്നു, after you have suffered a little while,
അല്പകാലത്തേക്ക് നിങ്ങൾ കഷ്ടം അനുഭവിച്ച ശേഷം, yes, my friend, your suffering, your tribulation is only for a little while. നിങ്ങളുടെ കഷ്ടങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഒരു അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. God will restore you after that, അതിനുശേഷം ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും, make you strong, നിങ്ങളെ വല്ലഭമുള്ളവരാക്കി മാറ്റും, and make you be established, നിങ്ങളെ സ്ഥാപിക്കും, and make you rise up to high places. നിങ്ങളെ ഉന്നതികളിലേക്ക് അവിടുന്ന് ഉയർത്തുകയും ചെയ്യും. This is God's plan. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. It happened to Job ഇയ്യോബിനത് സംഭവിച്ചു. after his testing through tribulation. മഹാകഷ്ടങ്ങളിലൂടെയുള്ള അവന്റെ ശോധനകൾക്ക് ശേഷം God gave him back everything that he lost in double measure, അവന് നഷ്ടമായതൊക്കെയും ഇരട്ടിയായി അവന് ദൈവം മടക്കി കൊടുത്തു. and gave him all the joy of family, സകല സന്തോഷത്താലും അവന്റെ കുടുംബത്തെ നിറച്ചു. all the health, സകലവിധമായ ആരോഗ്യത്തെ നൽകി കൊടുത്തു. all the wealth. സകലവിധമായ സമ്പത്തെ നൽകി കൊടുത്തു. God gave him back children who are so beautiful, വളരെ അഴകുള്ള മനോഹരമായ കുഞ്ഞുങ്ങളെ ദൈവം അവന് കൊടുത്തു. and made him see several generations, അവന് അനേക തലമുറകളെ കാണുവാനും ഭാഗ്യം കൊടുത്തു. long life, അവന്റെ ജീവിതത്തിൽ and he was an honored man. അവൻ ബഹുമാനിതനായ ഒരു മനുഷ്യനായി ജീവിച്ചു. Even in our family, ഞങ്ങളുടെ കുടുംബത്തിലും my grandmother was afflicted with epilepsy. എന്റെ വല്യമ്മച്ചി എപ്പിലെപ്സിയാൽ ബാധിക്കപ്പെട്ടവളായിരുന്നു. This was the time my grandfather had come to the Lord. ആ സമയത്താണ് എൻ്റെ വല്യപ്പച്ചൻ ദൈവത്തിലേക്ക് കടന്നു വന്നത്. But എന്നാൽ in the midst of the suffering, ഈ കഷ്ടങ്ങളുടെ നടുവിൽ, when the epilepsy attack would come to my grandmother, എപ്പിലെപ്സിയുടെ ബാധിക്കൽ എൻ്റെ വല്യമ്മച്ചിക്ക് ഉണ്ടായപ്പോൾ, my grandfather would kneel down and cry, എൻ്റെ വലിയപ്പച്ചൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരയുവാൻ ആരംഭിച്ചു. "Thank you, Jesus." യേശു കർത്താവേ, നന്ദി കർത്താവേ. And he would say, "You love my wife. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുവല്ലോ, You love my wife. എൻ്റെ ഭാര്യയെ അവിടുന്ന് സ്നേഹിക്കുന്നുവല്ലോ. Thank you, Jesus. നന്ദി യേശുവേ, Thank you, Jesus." നന്ദി യേശുവേ. And slowly the attacks would die down. അങ്ങനെ മെല്ലെ ആ ബാധ ഒഴിഞ്ഞു പോകുവാനിടയായി. And God started blessing our family. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ആരംഭിച്ചു. God anointed my father, എൻ്റെ പിതാവിനെ കർത്താവ് അഭിഷേകം ചെയ്തു. and through him millions of people were blessed. അദ്ദേഹത്തിലൂടെ അനേക കോടി ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടു. So many were healed. അങ്ങനെ അനേക ആളുകൾ സൗഖ്യം പ്രാപിച്ചു. Today 3 generations are used by God to bless people. അങ്ങനെ ഇപ്പോൾ 3 തലമുറകൾ കർത്താവിന്റെ അനുഗ്രഹപാത്രങ്ങളായി മാറി ദൈവത്താൽ പ്രയോജനപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. God will give you victory also. ദൈവം നിങ്ങൾക്ക് ജയം നൽകി തരും. You will have everything back. നിങ്ങൾക്ക് എല്ലാം തിരികെ ലഭിക്കും. Victory over every tribulation, സകല കഷ്ടങ്ങളുടെ മേൽ നിങ്ങൾക്ക് ജയമുണ്ടാകും. with double portion coming to you. നിങ്ങൾക്ക് 2 മടങ്ങായി തിരികെ കിട്ടുകയും ചെയ്യും. Zechariah 9 and verse 12 says, സക്കറിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നു, "Return, O prisoners of hope, to your fortress. പ്രത്യാശയുടെ ബദ്ധന്മാരെ, നിങ്ങൾ മടങ്ങി വരുവീൻ. I will restore double to you." നിങ്ങൾക്ക് ഞാൻ ഇരട്ടി പങ്കായി മടക്കി തരാം. This is God's victory for you. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ജയമാണ്. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Father, പിതാവേ, for all the tribulations thy son, thy daughter has gone through, കർത്താവേ, അവിടുത്തെ മകൻ, അവിടുത്തെ മകൾ കടന്നു പോകുന്ന സകല കഷ്ടങ്ങളുടെയും നടുവിൽ, even through all these tribulations, as they say, "Oh God, you gave, you have all the power to take away." ഈ കഷ്ടങ്ങൾ വരുമ്പോൾ അവർ പറയാണ്, കർത്താവേ, നീ തന്നു, ഇതൊക്കെയും തിരികെ എടുക്കുവാനുള്ള അവകാശവും അവിടുത്തേക്കുണ്ടല്ലോ. Let there be double portion of joy in their life from today. അവരുടെ ജീവിതത്തിൽ 2 മടങ്ങായുള്ള സന്തോഷം അവർ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. No more attacks anymore. കർത്താവേ, കൂടുതലായി അവിടുത്തേക്ക് അടുക്കുവാനിടയാകണമേ. No more humiliation. കർത്താവേ, ഇനി ഒരു താഴ്ന്ന അവസ്ഥ ഉണ്ടാകരുതേ. Let there be deliverance. കർത്താവേ, അവർ വിടുവിക്കപ്പെടുമാറാകട്ടെ. We give you all the glory. അവിടുത്തേക്ക് സകല മഹത്വവും ഞങ്ങൾ തരികയാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. My friend, the God of victory wants to give you another victory. സുഹൃത്തുക്കളെ, ജയത്തിന് ദൈവം നിങ്ങൾക്ക് മറ്റൊരു ജയവും നൽകി തരുവാൻ ആഗ്രഹിക്കുക. Victory over the demonic spirits
and the devils. ദുരാത്മാക്കളുടെ മേലും സാത്താന്റെ മേലുമുള്ള ജയം. In John 10:10, Jesus says, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, the thief comes to steal, to kill and to destroy. കള്ളൻ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ് കടന്നു വരുന്നത്. But I, Jesus, have come that they may have life and have it to the full. എന്നാൽ ഞാനോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും വന്നിരിക്കുന്നു. Yes, this is what Jesus does over the attacks of the devil. ഇതാണ് ശത്രുവിന്റെ സകലവിധമായ പോരാട്ടങ്ങളുടെ മേലും യേശു ചെയ്തെടുത്തത്. The more the devil comes to steal, to kill and to destroy, Jesus keeps sending his life upon us. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമായി ശത്രു എത്ര അധികമായി കടന്നു വരുന്നുവോ അത്രത്തോളം അധികമായി യേശു കർത്താവ് തന്റെ സമൃദ്ധമായ ജീവനെ ഒഴുക്കിക്കൊണ്ടേയിരുന്നു. And he makes us overcome the powers of the devil. അങ്ങനെ ശത്രുവിന്റെ സകലമായ വല്ലഭത്വത്തെയും ജയിക്കുവാനുള്ള ശക്തി അവിടുന്ന് പകർന്നു തന്നു. In Ephesians 6:10 and 11, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ Paul says, പൗലോസ് പറയുന്നു, put on the full armor of God, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക, so that you can take your stand against the devil's schemes. സാത്താന്റെ തന്ത്രങ്ങൾക്ക് വിരോധമായി നിൽക്കുവാൻ അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകും. Yes, Paul says we are not ignorant of the schemes of the devil. സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം അറിയാത്തവരല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. He has many schemes to take us away from Jesus. യേശുവിൽ നിന്നും നമ്മെ അകറ്റിക്കളയത്തക്കവണ്ണം അവന് പല വിധത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. He works to destroy our souls, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. to destroy our bodies, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ അവൻ നോക്കുന്നു. to destroy our families, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നു. to destroy our finances, നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കുവാൻ നോക്കുന്നു. to destroy our name, നമ്മുടെ പേരിനെ നശിപ്പിക്കുവാൻ നോക്കുന്നു. to destroy everything concerning the ministry, നമ്മളുടെ ശുശ്രൂഷ സംബന്ധമായ പലതിനെയും നശിപ്പിക്കുവാൻ നോക്കുന്നു. to destroy the relationship. നമ്മുടെ ബന്ധങ്ങളെ അറുത്ത് കളയുവാൻ നോക്കുന്നു. Yes, he works hard. അവൻ അങ്ങനെ കഠിന പ്രയത്നം ചെയ്യുകയാണ്. So Paul says, take the full armor of God. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. What is that armor? ആ സർവായുധവർഗം എന്താണ്? It is the abundant life that Jesus gives. അത് യേശു നൽകുന്ന സമൃദ്ധമായ ജീവനാണ്. The life that comes to us നമ്മിലേക്ക് കടന്നു വരുന്ന ജീവൻ, through the love of Jesus, യേശുവിന്റെ സ്നേഹത്തിലൂടെ കടന്നു വരുന്ന ജീവൻ, through the salvation which the blood of Jesus Christ brings. യേശു ക്രിസ്തുവിന്റെ രക്തം നൽകി തരുന്ന രക്ഷയിലൂടെ കടന്നു വരുന്നത്, The life that comes through the word of God, ദൈവത്തിന്റെ വചനത്തിലൂടെ കടന്നു വരുന്നതായ ജീവൻ, the life that comes through our obedience in serving the Lord. ദൈവത്തെ അനുസരിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലൂടെ കടന്നു വരുന്ന ജീവൻ, That life rises up. ആ ജീവൻ സമൃദ്ധമായി ഉയർന്നു വരും. Yes, to have that life of Christ in us is to put on the armor of God. ക്രിസ്തുവിന്റെ ആ ജീവൻ നമ്മിൽ നിറഞ്ഞു കവിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. And then, according to Romans 16:20, റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യപ്രകാരം, the God of peace will crush Satan under our feet. സമാധാനത്തിന് ദൈവം സാത്താനെ തന്റെ കാൽക്കീഴെ മെരിച്ചു കളയും. And we overcome the powers of darkness. അങ്ങനെ നാം ഇരുട്ടിന്റെ സകലവിധമായ ശക്തിയെയും ജയിക്കും. We are not blind anymore. നാം ഇനിമേൽ അന്ധന്മാരല്ല, കുരുടന്മാരല്ല. We receive the revelation where we know the attacks or the schemes of the devil. സാത്താന്റെ ആക്രമണങ്ങളെയും അവന്റെ തന്ത്രങ്ങളെയും അറിയത്തക്കവണ്ണമുള്ള വെളിപാടോടുകൂടെയാണ് നാം ജീവിക്കുന്നത്. That's why God gives us the gifts of the Holy Spirit. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ ദൈവം നമുക്ക് നൽകി തന്നത്. According to 1 Corinthians chapter 12, 8-10. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, All the 9 gifts 9 വരങ്ങളും brings us the armor of God ദൈവത്തിന്റെ ആയുധങ്ങളെ നമുക്ക് കൊണ്ടുതരികയാണ്. and crushes the power of the devil. ശത്രുവിന്റെ സകലവിധമായ ശക്തിയെയും അത്
ഉടച്ചുകളയുകയാണ്. James 4:7 says, യാക്കോബ് 4:7 പറയുന്നു, submit yourselves then to God. ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. Resist the devil ശത്രുവിനെ എതിർക്കുക. and he will flee from you. അപ്പോൾ ശത്രു നിങ്ങളുടെ അടുത്തു നിന്നും ഓടിപ്പോകും. God wants us to submit to him in the midst of all the attacks of the devil. സാത്താന്റെ സകല ആക്രമണങ്ങളുടെയും നടുവിൽ നാം ദൈവത്തിങ്കൽ നമ്മെ തന്നെ സമർപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Yes, അതെ, we have to go on doing the work of the Lord. നാം ദൈവത്തിന്റെ സേവ ചെയ്തുകൊണ്ട് മുന്നേറുക തന്നെ വേണം. We have to go on lifting up Christ in the midst of all the attacks. സകലവിധമായ ശത്രുവിന്റെ ആക്രമണങ്ങളുടെയും മുമ്പിൽ നാം യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടേണ്ടതുണ്ട്. We have to go on loving the people and forgiving them and praying for them in the midst of their attacks against us. ആളുകൾ നമുക്ക് വിരോധമായി വരുമ്പോഴും നാം അവരെ സ്നേഹിക്കുകയും അതിന് നടുവിലൂടെ നാം അവരോട് ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറേണ്ടത് ആവശ്യമാണ്. And praying for them. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും വേണം. Yes. അതെ, we practice Jesus in our lives. നമ്മുടെ ജീവിതത്തിൽ നാം യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കണം. And submit ourselves to God. ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. Then Satan shall flee from us. അപ്പോൾ സാത്താൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. And we'll be able to resist the devil. അങ്ങനെ നാം സാത്താനെ ജയിക്കുവാനും എതിർത്ത് നിൽക്കുവാനും ശക്തിയുള്ളവരായി തീരും. Yes, not going to him and saying, Satan, I resist you. നാം സാത്താന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് സാത്താനെ ഞാൻ നിന്നെ എതിർക്കുന്നു എന്ന് പറയുകയല്ല. But living Jesus makes us resist the devil. പക്ഷേ യേശുവിൽ ജീവിക്കുക എന്നുള്ളത് സാത്താനെ എതിർക്കുന്ന ഒരു അവസ്ഥയാണ്. Greater is he that is in you than he that is in the world. ഈ ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനല്ലോ. 1 John 4:4. 1 യോഹന്നാൻ 4:4. Christ will live in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. He is the hope of glory. അവിടുന്ന് മഹത്വത്തിന്റെ പ്രത്യാശയാണ്. And all the devils will flee. അപ്പോൾ സകലവിധമായ ശത്രുക്കളും നിങ്ങളെ വിട്ടുപോകും. You will have victory over the devil. നിങ്ങൾക്ക് ശത്രുവിന്മേൽ ജയമുണ്ടാകും. My friends, പ്രിയ സുഹൃത്തെ, Satan attacks us in different ways. സാത്താൻ പല വിധത്തിൽ നമ്മളെ ആക്രമിക്കും. One, through temptation. ഒന്ന്, പ്രലോഭനങ്ങളിലൂടെ. The other one, he makes us weak before the people. മറ്റു മനുഷ്യരുടെ മുമ്പാകെ നമ്മെ ബലഹീനരാക്കി തീർക്കും. And thirdly, he makes us deny the love of Jesus in our lives. മൂന്നാമതായി, യേശുവിന്റെ സ്നേഹത്തെ നാം നമ്മുടെ ജീവിതത്തിൽ നിരാകരിക്കുന്നവരാക്കി നമ്മെ മാറ്റും. Fourthly, he brings the love for the world and the possessions of the world. നാലാമതായി, അവൻ ലോകത്തിന്റെ സ്നേഹത്തെയും ലോകത്തിന്റെ സമ്പത്തിനെയും നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരും. He wants to destroy our souls അങ്ങനെ നമ്മുടെ ആത്മാവിനെ അവൻ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. and take us away from Jesus. നമ്മളെ ദൈവത്തിൽ നിന്ന് യേശുവിൽ നിന്നും വളരെ അകറ്റിക്കളയും. But Jesus says, എന്നാൽ യേശു പറയുന്നു, in my name you will cast out devils. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. So all the time we must have the name of Jesus in our mind, in our spirit, in our body. ഓരോ സമയത്തും നമ്മുടെ ശരീരാത്മദേഹികളിൽ യേശുവിന് നാമമുണ്ടാവേണം. Live for Jesus യേശുവിന് വേണ്ടി ജീവിക്കുക. and live fulfilling the will of Jesus. അതുപോലെ യേശുവിന്റെ ഹിതം നിറവേറ്റുവാൻ ജീവിക്കുക. And then you will have the power to drive devils. അപ്പോൾ നിങ്ങൾക്ക് പിശാചിനെ തുരത്തുവാനുള്ള ശക്തി ഉണ്ടാവും. May God give you the grace to overcome Satan. സാത്താനെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. Yes, Jesus has nailed him to the cross and triumphed over him victoriously. യേശു അവനെ ക്രൂശിൽ തറച്ചുകൊണ്ട് അവൻ ജയാളിയായി പുറത്തു വന്നവനാണ്. He has destroyed the fear of death brought by the devil. സാത്താൻ കൊണ്ടുവന്ന മരണഭയത്തിൽ നിന്നും നമ്മെ വിടുവിച്ചവനാണ്. And Jesus has destroyed the power of separation which the devil has brought. ശത്രു കൊണ്ടുവന്നതായ വേർപാടിനെ പോലും അവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞവനാണ്. Ephesians 2:14. എഫെസ്യ ലേഖനം 2:14. Colossians 2:14. കൊലോസ്യ ലേഖനം 2:14. Hebrews 2:14 and 15. എബ്രായ ലേഖനം 2:14-15 talks about the great victory that Jesus has won over all the attacks of the devil. ശത്രുവിന്റെ സകല ആക്രമണങ്ങളുടെ മേലും
യേശു ജയം കൊണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. He has brought us the victory on the cross. അവിടുന്ന് ക്രൂശിൽ നമുക്ക് ജയം നൽകി തന്നു. May God give you the victory also. നിങ്ങൾക്കും കർത്താവ് ആ ജയം നൽകി തരുമാറാകട്ടെ. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Father, പിതാവേ, whatever temptations Satan may bring, കർത്താവേ, സാത്താൻ ഏത് തരത്തിലുള്ള ശോധനകളെ കൊണ്ടുവന്നാലും, whatever attacks Satan may have brought, അവൻ കൊണ്ടുവരുന്ന ഏത് ആക്രമണങ്ങളായാലും, please deliver your children. നിന്റെ ജനങ്ങളെ നീ കർത്താവെ അതിൽ നിന്നൊക്കെയും വിടുവിക്കുമാറാകണമേ. Because you have already won the victory over him and his powers on the cross. കർത്താവെ, അവിടുന്ന് ക്രൂശിൽ അവന്റെ ശക്തിയെയും അവന്റെ തന്ത്രങ്ങളെയും അവിടുന്ന് ജയിച്ചവനാണല്ലോ. Be with thy children. നിന്റെ ജനങ്ങളോട് കൂടെ ഇരിക്കണമേ. Reveal yourself through the scriptures. കർത്താവെ, വചനത്തിലൂടെ അവിടുന്ന് നിന്റെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുമാറാകണമേ. Give them the strength in their faith. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിൽ അവരെ ശക്തിപ്പെടുത്തുമാറാകണമേ. And all the time keep their eyes open towards heaven. കർത്താവെ, എപ്പോഴും സ്വർഗത്തിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നവരാക്കി മാറ്റണമേ. And help them to always live to come to heaven after their life on earth. കർത്താവെ, മരണാനന്തരം അവർ സ്വർഗത്തിലെത്തുമാറ് അവരുടെ ജീവിതത്തെ അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ. Through this, give them the grace to overcome Satan. അതിലൂടെ കർത്താവെ, പാപത്തെ ജയിക്കുവാനുള്ള ശക്തിയും കൃപയും അവർക്ക് കൊടുക്കണമേ. We give you all the glory. കർത്താവെ, സകല മഹത്വം അവിടുത്തേക്ക് ഞങ്ങൾ നൽകുകയാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you, my friend. പ്രിയ സുഹൃത്തേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God give you great victory. ദൈവം നിങ്ങൾക്ക് വലിയ വിജയങ്ങളെ നൽകി തരുമാറാകട്ടെ.